പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുള്ള ഒരു സുദിനമാണ്. അപ്പനും അമ്മയും മക്കളും എല്ലാവരും, വിദേശത്ത് പോയവരും നാട്ടിൽ പോയവരും എല്ലാവരും ഒരുമിച്ച് കൂടി ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഭവനത്തിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ബിനോയ് കരിമരുതങ്ങളച്ചനെ കർത്താവ് നമ്മളോടൊപ്പം കൂട്ടിച്ചേർത്തത് വലിയ ഒരു ദൈവാനുഗ്രഹമാണ്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ബിനോയ് കരിമരുതങ്ങളച്ചൻ, സജീവൻ ധ്യാനകേന്ദ്ര ഡയറക്ടർ അച്ഛൻ, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ക്രിസ്മസ് സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ആഗ്രഹത്തോടെ ഇന്ന് പ്രാർത്ഥിച്ചാൽ ഇതുപോലുള്ള അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ സംഭവിക്കാൻ കർത്താവ് തിരുവുള്ളമാകും. ഒരത്ഭുതം, ദേ തളർന്നു വന്ന് കൊച്ചു എഴുന്നേറ്റ് നടക്കുന്നു. മോനെ, തളർന്നു വന്ന കൊച്ചു എഴുന്നേറ്റ് സ്റ്റേജ് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും, നിലത്ത് നിൽക്കാൻ പറ്റില്ല, കൊച്ചിന് ഭയങ്കര വേദനയും. ആ സമയത്ത് വന്ന് ഞാൻ കുറച്ച് സമയം പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ഇവരും പ്രാർത്ഥിച്ചു. അതിന് സമയം ഇവർ പറയുന്നത് പിന്നീടുള്ള സ്തുതിപ്പിന് സമയത്ത് കൊച്ചിനവിടെ കിടത്തിക്കുന്ന സമയത്ത് ഇവിടുന്ന് അച്ഛൻ മെസ്സേജ് പറഞ്ഞു. ആ സമയത്ത് കൊച്ചിന് ശരീരത്തിലേക്ക് കറണ്ട് അടിച്ചു. അപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു. എനിക്കിത് ശരിക്കും വ്യക്തമായിട്ട് തെളിവുകളാണ്. നിങ്ങൾ കുറച്ച് പേര് കണ്ടതുമാണ്. പിന്നെ ഐസിന്ന് ഉപേക്ഷിച്ച് വിട്ടതാ, രക്ഷയിലെന്ന് പറഞ്ഞു ഇറക്കി വിട്ടതാ അവര്. കഴിഞ്ഞ 6 മാസമായിട്ട്, അതായത് ജൂണിൽ സ്കൂൾ തുറന്ന നാളിൽ ഇവർ സ്കൂളിൽ എത്താൻ പറ്റാതെ ആശുപത്രികളിൽ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരുന്ന ആളുകളാണ്. ഈ അടുത്ത നാളിലും കൂടെ ഞാൻ ഇവരെ മെഡിക്കൽ കോളേജിൽ പോയി കണ്ടിരുന്നു. സ്കൂളിൻ്റെ ഒരു ചെറിയ തുക അവർക്ക് സംഭാവനയായിട്ട് കൊടുത്തിരുന്നു സ്കൂളിൽ നിന്ന്. അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഈ കുട്ടിക്ക് എഴുന്നേറ്റ് നടക്കത്തില്ലായിരുന്നു, ICUവിൽ തളർന്ന് കിടക്കുമായിരുന്നു. ചേട്ടൻ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അന്ന് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോൾ അത് മാത്രമേ ഉള്ളൂ, രക്ഷയുള്ളൂ എന്ന് അങ്ങനെ ഞങ്ങളോട് പറഞ്ഞും കൂടെ വിട്ടതാണ്. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, രക്ഷയുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ സംസാരിച്ചത് കുട്ടിയുടെ സാറാണ്, കുട്ടി പഠിക്കുന്ന സ്കൂളിലെ സാറാണ് ഈ സംഭവം കണ്ട് ഇപ്പോൾ വന്ന് നമ്മളോട് പറയണത്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോൻ എത്ര നാളായി ഇങ്ങനെ തളർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്? 3 മാസമായിട്ട് വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്നവൻ. വെള്ളം ജ്യൂസ് മാത്രം 3 മാസമായി. വായിക്കാവ് മൊത്തം പഴുത്ത് പൊട്ടി ഒലിച്ച് പഴുപ്പായിരുന്നു, ഒന്നും കഴിക്കത്തില്ല. 3 മാസമായിട്ട് ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നു, ജ്യൂസ് മാത്രം. ഭക്ഷണം എല്ലാം കഴി തുടങ്ങി, കഞ്ഞിയെല്ലാം കുടിച്ചു. കഞ്ഞിയെ കുടിച്ചു, ചോറുണ്ട് പെട്ടപ്പോൾ. അവർ രക്ഷയില്ലെന്ന് പറഞ്ഞു വിട്ടത് ആശുപത്രിയിൽ നിന്ന്. ഞാൻ കൊണ്ടുവന്ന അച്ഛനെ ഞാൻ പള്ളി അപ്പലാണ്, അപ്പോഴായിരുന്നു അവിടെ കിടത്തേക്ക് പറഞ്ഞു. അവൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവനെ കറണ്ട് അടിക്കുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇവൻ ചാടി എന്നെ സൂചിപ്പിച്ച സമയത്ത് ഞാൻ പെടുത്തി എണീപ്പിച്ച കയ്യെ പിടിച്ച്. അപ്പോൾ തന്നെ അവൻ എണീറ്റു. കറണ്ട് അടിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ
കൈ പൊക്കാൻ തുടങ്ങി. കൈ അനക്കത്തെ തളർന്നെടുത്ത് വണ്ടി കിടത്തി കൊടുത്ത് ബെട്ടിട്ട് വണ്ടി കിടത്തി. തളർന്ന കുട്ടീനെ അവർ രണ്ട് കയ്യിൽ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ സ്തുതിപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ ഇതാ തളർന്ന കൈകളും കാലുകളും ശക്തി പ്രാപിക്കുന്നത് പറഞ്ഞപ്പം കറണ്ട് അടിക്കണമെന്ന് പറഞ്ഞു കുട്ടി. ഉടനെ അപ്പം പറഞ്ഞത് എഴുന്നേറ്റ മോനെ എന്ന് പറഞ്ഞു. ആ സമയത്ത് സൗഖ്യം പ്രാപിച്ചു. പിന്നെ പോയി കഞ്ഞി കുടിച്ചു. 3 മാസമായിട്ട് വായിൽ ഇതായതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ ഭക്ഷണം ഒന്നും കഴിയും, വെള്ളം മാത്രമേ കൊടുക്കാറുന്നുള്ളൂ. പിന്നെ പോയി കഞ്ഞി കുടിച്ചു അല്ലേ. നിന്റെ പേരെന്നാ? ചാൾസ്. നിനക്ക് സന്തോഷമാണോ? ഇപ്പൊ നിനക്ക് സ്തുതിക്കുന്ന സമയത്ത് എന്താ ഉണ്ടായത്? കറണ്ട് അടിക്കുന്ന പോലെ തോന്നി. ആണോ? അപ്പൊ കൈ കാലം അനങ്ങാൻ തുടങ്ങി. എല്ലാരും ഇതിനെ കണ്ടോ, അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് എല്ലാരും ഇതിനെ കണ്ടോട്ടെ. നിന്റെ പേര് ഒന്നും കൂടെ പറ. ചാൾസ് ജോസഫ്. നിനക്ക് സന്തോഷാണോ? സന്തോഷം. എത്ര നാളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ടല്ലേ? 2-3 മാസമായില്ലേ? ഈശോയെ നോക്കി, കർത്താവ് എത്രയോ ഒരു അത്ഭുതമാണ്. നമ്മളിവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ രോഗക്കിടക്കയിലേക്ക് കർത്താവ് ചെന്ന് കുട്ടി അവിടെ നിന്ന് പിന്നെ നടന്ന് ഇങ്ങോട്ട് പോകുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിച്ചാലോ? തപ്പുകളാലെ കർത്താവേ, മഹത്വത്തിന്റെ രാജാവേ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തെ പ്രഘോഷിക്കുമ്പോൾ, ദൈവജനം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ യേശു അവിടെ സന്നിഹിതനാണ്. പ്രസംഗിക്കുന്ന അച്ഛനോ പ്രസംഗിക്കുന്ന ശുശ്രൂഷകരല്ല, യേശുവാണ് അത്ഭുതങ്ങൾ ചെയ്യണത്. യേശുവാണ് അടുത്തേക്ക് വരുന്നത്, യേശുവാണ് സ്പർശിക്കുന്നത്. നമുക്കിപ്പോൾ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഓൾ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ചിൽഡ്രൻ, young adults, all please join together. Let us worship our God on this joyful day. Hallelujah. 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 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. Hallelujah. Hallelujah. Glory, glory, glory. Fire. യേശുവിന്റെ ജീവൻ കൊടുത്ത് Fire, fire. എന്നെ അവൻ വീണ്ടെടുത്തു. കരങ്ങൾ അടിച്ച് തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. വലിയ സന്തോഷത്തോടെ ഇടത്തോട്ട് വലത്തോട്ട് കരങ്ങൾ അടിച്ച് കാലുകൾ മാറ്റി മാറ്റി ചവിട്ടി കുടുംബം ഒരുമിച്ച്, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കൂട്ടായ്മയിൽ യേശുവിനെ ആരാധിക്കുന്നു. യേശുവിന്റെ അടിപ്പിണറാൽ എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തു. യേശുവിന്റെ അടിപ്പിണറാൽ എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തു. അവൻ
അവനേറ്റ പീഡകളാ Fire. സൗഖ്യത്തിൽ ശക്തി പകർന്നു. Glory. അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. കൈകൾ ഉയർത്തി കൈയടിച്ച് രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. രോഗാത്മകൾ വിട്ടുപോകട്ടെ. Glory to the name of Jesus. വിട്ടുപോകാം. Hallelujah. Hallelujah. വിട്ടുപോകാം. എന്നേക്കും വിട്ടുപോകാം. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഓ അത്ഭുതത്തിന്റെ ശക്തിയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് ഇരിക്കുക. ഇന്ന് ഈ 2017 ക്രിസ്മസ് സുദിനത്തിലെ ക്രിസ്മസ് സന്ദേശം നൽകാൻ ഈശോ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അച്ഛനാണ് ബഹുമാനപ്പെട്ട ബിനോയ് കരിമരുതെങ്കിൽ അച്ഛൻ. സഖിയോൻ ധ്യാനകേന്ദ്രത്തിലെ നമുക്ക് പ്രിയങ്കരനായ ഡയറക്ടർ അച്ഛൻ. നമുക്ക് അച്ഛനെ ശ്രവിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: സിറിയ രാജാവ് ബെൻഹദാദ് സൈന്യം ശേഖരിച്ച് സമരിയ വളഞ്ഞു. അപ്പോൾ സമരിയായ രൂക്ഷമായ ക്ഷാമമുണ്ടായി. അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്: ഒരു രാജ്യം അടുത്ത രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ആക്രമിക്കപ്പെടാൻ പോകുന്ന രാജ്യം കോട്ടയടച്ച് കോട്ട ഭദ്രമാക്കി അതിനുള്ളിൽ താമസിക്കും. അപ്പോൾ വാണിജ്യ വിനിമയം നടക്കില്ല. ആൾക്കാർക്ക് പുറത്തേക്ക് പോകാനോ പുറത്തുള്ള ഉള്ളിലേക്ക് വരാനോ സാധിക്കില്ല. അപ്പോൾ രൂക്ഷമായ ക്ഷാമം ഉണ്ടാവും. അവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കഴുത തലയ്ക്ക് 8 ഷെക്കൽ വെള്ളി, 1/4 കാബ് കാട്ടുള്ളിക്ക് 5 ഷെക്കൽ വെള്ളി. ഒന്നും ഭക്ഷിക്കാനില്ല, ഒന്നുമില്ല. അവസാനം അവിടെയുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ അടക്കം ആൾക്കാരടക്കം കൊന്നു തിന്നുന്ന അതുപോലത്തെ രൂക്ഷമായ പട്ടിണിയും ക്ഷാമം, ഞെരുക്കം, തകർച്ച അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ എന്നിട്ട് കോട്ടയുടെ പ്രവേശന കവാടത്തിൽ ഒരു 4 കുഷ്ഠരോഗികൾ ഇരിക്കുകയാണ്. ആ 4 കുഷ്ഠരോഗികൾ അവിടെ ഇരുന്ന് ഒരു ആത്മകഥ നടത്തുന്നത് അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അവർ പരസ്പരം പറയാം. 4 കുഷ്ഠരോഗികൾ ആ കോട്ടയുടെ പ്രവേശന കവാടത്തിൽ നിന്ന് തമ്മിൽ പറയുകയാണ്: നമ്മൾ മരിക്കുവാട് ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഇവിടെ ഇരുന്നാലും നമ്മൾ മരിക്കുകയുള്ളൂ. കാരണം ഭക്ഷണമില്ല, ഒന്നുമില്ല, നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും. കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ചാലോ അവിടെ ഇപ്പോൾ ആൾക്കാരെ തമ്മിൽ കൊന്നു തിന്നുന്ന അതുപോലത്തെ പട്ടിണിയാണ്. നമ്മൾ ചിലപ്പോൾ കുഷ്ഠരോഗികളായതുകൊണ്ട് നമ്മളെ അവർ പിടിച്ചു എന്ന് വരാം. ഇനി ഏക പോസിബിലിറ്റി, ആകെ ഒരു രക്ഷാമാർഗം എന്താ? ശത്രുപാളയത്തിലേക്ക് പോകാം. അങ്ങനെ ശത്രുപാളയത്തിൽ ചെന്നാൽ അവർ ചിലപ്പോൾ നമ്മളെ പിടിച്ച് കൊന്നുകളയും, ചിലപ്പോൾ അവർ രക്ഷിച്ചാൽ രക്ഷപ്പെടാം. എന്തായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ 4 പേരും കൂടെ യുനാനിമസ് ആയിട്ട് ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. ശത്രുപാളയത്തിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. ഇനിയാണ് സഹോദരങ്ങളെ സംഭവങ്ങൾ, ഗതിവിഗതികളെല്ലാം കൂടി അങ്ങോട്ട് മാറാൻ തുടങ്ങുന്നത്. ഈ 4 കുഷ്ഠരോഗികൾ പതുങ്ങി ശത്രുപാളയത്തിലേക്ക് പോകുന്നത് ദൈവം കണ്ടു. ദൈവം അവരുടെ മുൻപേ ചെന്നിട്ട് ശത്രുപാളയത്തിലേക്ക് കുഷ്ഠരോഗികൾ എത്തുന്നതിന് മുമ്പ് തന്നെ കുറച്ച് നേരത്തെ ദൈവം അവിടെ എത്തി. എന്നിട്ട് ഈ ശത്രുപാളയത്തിലുള്ള ആൾക്കാർ മുഴുവൻ കിടന്നുറങ്ങുകയാണ്. പടയാളികൾ മുഴുവൻ കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവം വലിയൊരു യുദ്ധത്തിൻ്റെ സ്വരം ഈ ശത്രുപാളയത്തിന് മുകളിൽ കേൾപ്പിച്ചു. അപ്പോൾ രാത്രി പെട്ടെന്ന് യുദ്ധത്തിൻ്റെ സ്വരം കേട്ട് ഇവർ ഞെട്ടി എഴുന്നേറ്റ്. ഈ ശത്രുക്കൾ ഞെട്ടി എഴുന്നേറ്റപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയത്, തങ്ങൾ ആക്രമിക്കാൻ വന്ന രാജ്യമുണ്ടല്ലോ, ആ രാജ്യക്കാർ വേറെ ഏതോ രാജ്യക്കാർക്ക് വിവരം കൊടുത്തിട്ട് അവർ പുറത്തു നിന്ന് ആക്രമിക്കാൻ വന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. ഉടനെ അവർ അവിടുന്ന് കിടക്കപ്പാൽ എഴുന്നോട്ട് ഉടുതുണി അല്ലാതെ വേറെ ഒന്നുമില്ലാതെ ജീവനും കൊണ്ട് അവർ റാൻ ഫോർ ലൈഫ്, ജീവനും കൊണ്ട് അവിടെ ഓടി രക്ഷപ്പെട്ടു.
ഉടുതുണി അല്ലാതെ മറ്റൊന്നും എടുക്കാതെ എന്ന് പറയാൻ കാരണമുണ്ട്. ഒരു രാജ്യം അടുത്ത രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ എത്ര കാലം അവിടെ പാളയം അടിക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അത്രയും നാളത്തേക്ക് താമസിക്കാനുള്ള ഭക്ഷണം, അതേപോലെ തന്നെ വാണിജ്യവിനിമയത്തിൻ്റെ സംഗതികൾ, പിന്നെ വസ്ത്രം, ഒരുപാട് സംഗതികൾ, കെട്ടുകണക്കിന് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടാണ് അവർ പാളയം അടിച്ച് താമസിക്കുന്നത്. ഇവരതൊന്നും എടുക്കാതെ ജീവനം കൊണ്ട് പലായനം ചെയ്തു. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശത്രുക്കൾ ഓടിപ്പോയി, ഈ പാളയത്തിലുള്ള മുഴുവൻ ആൾക്കാർ ഓടിപ്പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കുഷ്ഠരോഗികൾ ഈ സമൃദ്ധിയുടെ കാനാൻ ദേശത്തേക്ക് എന്നതുപോലെ അവിടെ എത്തിച്ചേരുന്നത്. അവരതിനുള്ളിൽ പ്രവേശിച്ച് നോക്കുമ്പോൾ ആരെയും കാണാനില്ല, എല്ലാവരും ഓടിപ്പോയി. ഇവരെന്ത് ചെയ്തു? ഇവര് ധാരാളം ഭക്ഷണപദാർത്ഥങ്ങൾ കിടക്കുന്നു, അവർ കഴിക്കാൻ പറ്റുന്നിടത്തോളം കഴിച്ച്, പിന്നെയോ ഇഷ്ടംപോലെ കുടിക്കാനുള്ള സാധനങ്ങൾ അവരതെല്ലാം കഴിച്ചു കുടിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ നേരെ വസ്ത്രം ഒന്നുമില്ല, കൊടുക്കാൻ പറ്റുന്നിടത്തോളം വസ്ത്രങ്ങളെല്ലാം എടുത്ത് ഉടുത്തു. അങ്ങനെ അവർ നല്ല സന്തോഷിച്ച് അവിടെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് സുബോധമുണ്ടായി എന്ന് വചനം പഠിപ്പിക്കുകയാണ്. അതാണ് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുലിഖിതം. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: പിന്നെ അവർ പരസ്പരം പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സത്വാർത്തയുടെ ദിവസമാണ്. നാം പ്രഭാതം വരെ മിണ്ടാതിരുന്നാൽ നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാജകൊട്ടാരത്തിൽ വിവരം അറിയിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആ കുഷ്ഠരോഗികൾ പരസ്പരം പറയുകയാണ്, ടുഡേ ഈസ് ദ ഡേ ഓഫ് ഗുഡ് ന്യൂസ്. ഇന്ന് സത്വാർത്തയുടെ ദിവസമാണ്. ഇഫ് വി ആർ സൈലന്റ് ടിൽ ദ മോർണിംഗ് വി വിൽ എക്സിക്യൂട്ട് ആൻഡ് പണിഷ്. സോ ലെറ്റ് us communicate the good news to the king and his household. പെട്ടെന്ന് തന്നെ രാജകൊട്ടാരത്തിൽ വിവരം അറിയിക്കാന്ന് പറയുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. എന്തുകൊണ്ടായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാജകൊട്ടാരത്തിൽ വിവരം അറിയിക്കാൻ കാരണം? അതിനൊരു കാരണമുണ്ട്. ഈ 4 കുഷ്ഠരോഗികളെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് ഈ സമൃദ്ധിയുള്ള ഈ കാനാൻ ദേശത്തേക്ക് വിടുമ്പോൾ ദൈവത്തിന് സ്വപ്നം ഉണ്ടായിരുന്നു, ദൈവത്തിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താണ് ദൈവത്തിൻ്റെ സ്വപ്നം? എന്താണ് ദൈവത്തിൻ്റെ പ്രതീക്ഷ? അവർ തിന്നാൻ പറ്റുന്നിടത്തോളം ഭക്ഷണപദാർത്ഥങ്ങൾ എടുത്തോട്ട് അത് കുഴപ്പമില്ല. അവർ ധരിക്കാൻ പറ്റുന്ന ഡ്രസ്സ് അവർ ധരിച്ചിട്ട് അതും കടത്താൻ കുഴപ്പമില്ല. അവർ ഓരോരോ കൂടാരങ്ങൾ വിഭജിച്ചെടുത്തിട്ട് കുറേ സംഗതികൾ സംഭരിച്ചു കൂട്ടുന്നുണ്ട്. അതും ചെയ്തോട്ടെ, അതും ദൈവത്തിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവർക്കൊരു ഓർമ്മ വേണമായിരുന്നു. ആരെക്കുറിച്ച്? തങ്ങളുടെ കൂടപ്പിറപ്പുകളെ കുറിച്ച്. അവർ നാളുകളായിട്ട് പട്ടിണിയായിട്ട് ഒന്നും ഭക്ഷിക്കാനില്ലാതെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും അതേപോലെ കൊന്നതിന് 10 പോലെ ദാരിദ്ര്യത്തെ പട്ടി ജനിക്കുമ്പോഴാണ് ദൈവം ഇവർക്ക് ഇതുപോലെ സമൃദ്ധി കൊടുത്തത്. എന്നാൽ ഇവരെന്ത് ചെയ്തു? ഇവർ പോയിട്ട് അതെല്ലാം അനുഭവിച്ച് അതിനകത്ത് ഇരിക്കാൻ നോക്കി. അവർക്കൊരു സുബോധം കിട്ടിയപ്പോൾ പറയാണ്, നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ശത്രുക്കൾ ഓടിപ്പോയി എന്നുള്ള സത്വാർത്ത രാജകൊട്ടാരത്തെ അറിയിച്ചില്ലെങ്കിൽ അപകടമാണ്. എന്താ കാരണം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സത്വാർത്ത ഇവർ അറിയിച്ചില്ലെങ്കിൽ ദൈവം മറ്റേതെങ്കിലും വിധേന ഈ രാജാവിന് ഈ സത്വാർത്ത ശത്രുക്കൾ ഓടിപ്പോയെന്ന സത്വാർത്ത അറിയിക്കാൻ ഇടവന്നാൽ ഈ രാജാവ് ഈ പാളയം കൊള്ളയടിക്കാൻ വേണ്ടി ജനങ്ങളെ മുഴുവൻ കൂട്ടി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? സ്വന്തം പ്രജകളെ പെട്ട 4 എണ്ണം അതിനകത്ത് ഇരിക്കുന്നതാണ്. ഒന്നേ രാജാവ് വാളെടുത്ത് മിക്കവാറും ഇവരെ ഒന്ന് കൈകാര്യം ചെയ്തിട്ട് ആ പാളയം കൊള്ളയടിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് അവർ പറയുന്നത്, നമ്മൾ പ്രമാദം വരെ സത്വാർത്ത മിണ്ടാതിരിക്കുന്ന അപകടകരമാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് ഇതുപോലത്തെ കർത്താവിൻ്റെ ഒരു സത്വാർത്തയുടെ വെളിപ്പെടുത്തലുണ്ട്. അതാണ് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൻ്റെ 10-11 തിരുലിഖിതങ്ങൾ. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിന് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതാണ് പുതിയ നിയമത്തിന്റെ സത്വാർത്ത. സകല ജനത്തിന് വേണ്ടിയ വലിയ സന്തോഷത്തിന്റെ സത്വാർത്ത. ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി യേശു ക്രിസ്തു എന്ന രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഇതാണ് പുതിയ നിയമത്തിന്റെ സത്വാർത്ത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പഴയ നിയമത്തിന്റെ സത്വാർത്തയും പുതിയ നിയമത്തിന്റെ സത്വാർത്തയും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കണം. പഴയ നിയമത്തിന്റെ സത്വാർത്ത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? താൽക്കാലികമായി ഒരു ശത്രു രാജാവിന്റെ അടിമത്തത്തിൽ നിന്ന് പഴയ നിയമ ഇസ്രായേൽ ജനത മോചിപ്പിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു പഴയ നിയമത്തിന്റെ സത്വാർത്ത. എന്നാൽ പ്രിയപ്പെട്ട സഹോദരൻ, പുതിയ നിയമത്തിന്റെ സത്വാർത്ത എന്താ? ഈ ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങുമ്പോൾ കർത്താവ് നമ്മൾക്ക് നൽകുന്ന സത്വാർത്ത എന്താ?
നിത്യശത്രുവായ സാത്താന്റെ പിടിയിൽ നിന്ന് യേശുക്രിസ്തു എന്ന നമ്മുടെ രക്ഷകൻ നമ്മളെ മോചിപ്പിച്ചു. ഇതാണ് പുതിയ നിയമത്തിന്റെ സദ്വാർത്ത. A permanent freedom from the bondage of Satan. അതാണ് പുതിയ നിയമത്തിന്റെ സദ്വാർത്ത എന്ന് പറയുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ സദ്വാർത്ത ആരെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു? തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ മാത്രം ഉദ്ദേശിച്ചുള്ളതായിരുന്നു പഴയ നിയമത്തിന്റെ സദ്വാർത്ത. എന്നാൽ പുതിയ നിയമത്തിന്റെ സദ്വാർത്തയോ? പുതിയ നിയമത്തിന്റെ സദ്വാർത്ത എന്ന് പറയുന്നത് നമ്മൾ അവിടെ തന്നെ വായിച്ചു കേട്ടു. സകല ജനത്തിന് വേണ്ട സന്തോഷ, ഫോർ ഓൾ നേഷൻ ഓഫ് ഗോഡ്, ഫോർ ഓൾ പീപ്പിൾ ഓഫ് ഗോഡ്. അതാണ് പുതിയ നിയമത്തിന്റെ സദ്വാർത്ത. യേശുക്രിസ്തു സകല മർത്യർക്കും വേണ്ടി രക്ഷകനാണ്. ഇതാണ് പുതിയ നിയമത്തിന്റെ സദ്വാർത്ത. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനിയുണ്ട് സഹോദരങ്ങളെ, പഴയ നിയമത്തിന്റെ സദ്വാർത്ത അനുഭവിച്ച കുഷ്ഠരോഗികൾ എന്താ ചെയ്തത്? അവർ സദ്വാർത്ത കേട്ടു, അവർ സദ്വാർത്ത തൊട്ടു, അവർ സദ്വാർത്ത അനുഭവിച്ചു. എന്നിട്ട് they remain there doing nothing. അവർ അതിൻ്റെ ഉള്ളിൽ സദ്വാർത്ത അനുഭവിച്ച് ഒന്നും ചെയ്യാതിരുന്നു. എന്നാൽ പുതിയ നിയമത്തിന് സദ്വാർത്ത കേട്ട, പുതിയ നിയമത്തിന് സദ്വാർത്ത അനുഭവിച്ച ആട്ടിടയന്മാർ എന്താ ചെയ്തത്? അവർ സദ്വാർത്ത കേട്ട ഉടനെ അവർ എഴുന്നേറ്റ് ഓടി. എന്നിട്ട് അവർ പുൽക്കൂട്ടി പോയി യേശുവിനെ കണ്ടു, യൗസേപ്പിതാവിനെ കണ്ടു, മാതാവിനെ കണ്ടു. യേശുവാകുന്ന സദ്വാർത്ത കേട്ടു, തൊട്ടു, അനുഭവിച്ചു. എന്നിട്ടോ അവർ വേഗം ഓടി ബാക്കി എല്ലാ ആട്ടിടയന്മാരെ പോയി ഇതാ ഈ സന്തോഷത്തിന്റെ സദ്വാർത്ത എല്ലാവരും അറിയിച്ചു. ഈ പുതിയ നിയമത്തിന്റെ സദ്വാർത്ത എന്ന് പറഞ്ഞാൽ ഇൻ നട്ട്ഷെൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ആകാശത്തിന് കീഴെ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമം നൽകപ്പെട്ടിട്ടില്ല. ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുതിയ നിയമത്തിന്റെ സദ്വാർത്ത. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് ദിവസം കർത്താവിന്റെ ജനനത്തെ കുറിച്ചുള്ള സദ്വാർത്ത അറിഞ്ഞ നമ്മൾ ചെയ്യണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. ഈ സദ്വാർത്ത അറിയാത്ത യേശുക്രിസ്തു എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും, ശാപങ്ങളിൽ നിന്നും, പാപങ്ങളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും വിടുതൽ നൽകുന്ന ദൈവമാണെന്ന് അറിയാത്ത ജനകോടികൾക്ക് ഈ സദ്വാർത്ത അറിയിക്കണമെന്നുള്ള ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുഷ്ഠരോഗികൾക്ക് ഇതുപോലത്തെ ഒരു സമ്പൽ സമൃദ്ധമായ വിരുന്ന് ദൈവം കൊടുത്തിട്ട് ആ ഒരു വാർത്ത ആ രാജകൊട്ടാരത്തിൽ പോയി ഒന്ന് അറിയിക്കുന്ന ആ കാര്യം ദൈവം പ്രതീക്ഷിച്ച തെറ്റാണോ? ദൈവം പ്രതീക്ഷിച്ച തെറ്റാണോ? അങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു നമ്മുടെ രക്ഷകൻ നൽകിയ സദ്വാർത്ത നമുക്കറിയാൻ, ഇപ്പം വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാൻ ദൈവം അവസരം നൽകി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദ്വാർത്ത അറിയാത്ത ആൾക്കാരെ അത് ഒന്ന് അറിയിക്കാൻ ദൈവം പ്രതീക്ഷിക്കുന്ന തെറ്റാണോ? പ്രിയപ്പെട്ട തൊട്ടുമുള്ള സാക്ഷ്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ സാക്ഷ്യം അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കണ്ണെന്നറിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സാക്ഷ്യം കണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ കണ്ണ് നിറഞ്ഞ് നിങ്ങൾ യേശുവേ എന്ന് വിളിച്ചവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ തകർച്ചയിൽ, രോഗങ്ങളിൽ, ദുരിതങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, അതിനേക്കാൾ ഉപരി പാപത്തിന്റെ ചങ്ങലുകൾ അടിമർത്തി കിടക്കുന്ന ജനകോടികൾക്ക് വിടുതലാണ് യേശു എന്നുള്ള സദ്വാർത്ത അറിയിക്കാൻ വിളിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വിളി എന്ന് പറയുന്നത്. അത് ചെയ്യുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ ദുഃഖമാണത്. അതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അവിടുത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കാവുന്നതെല്ലാം നിങ്ങൾ ചെയ്യും. Praise the Lord. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് ദിവസം ശരിക്കും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈശോനെ ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അഗസ്തീനോസ് പറയാണ്, നിങ്ങൾ ആ യേശുവിനെ കുറിച്ചുള്ള കാര്യം നിങ്ങൾ അറിയിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമത്തിൽ അറിയിക്കേണ്ടതെല്ലാം അറിയിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ക്രിസ്മസിന് ശേഷം നമ്മൾ യേശുവിൻ്റെ പീഡാസഹന കുരിശുമരണ ഉദ്ധാനത്തിന് ശേഷം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ഉദ്ധാനം ചെയ്ത് കഴിഞ്ഞപ്പോഴും സ്വർഗം ആഗ്രഹിച്ച കാര്യം എന്താ? മർക്കോസ് 16:15 അവിടെ എന്താ പറഞ്ഞത്? യേശു ഉദ്ധാനം ചെയ്തു എന്നുള്ള സദ്വാർത്ത നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും പ്രസംഗിക്കുവിൻ. അതുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യേശു ആഗ്രഹിക്കുന്ന കാര്യം വേറൊന്നുമല്ല, യേശുവിനെ കുറിച്ച് അറിയണം, യേശുവിനെ കുറിച്ച് അറിയണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശയ്യാ പ്രവചനത്തിന്റെ പുസ്തകത്തിൽ 40-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, സദ്വാർത്തയുമായി വരുന്ന സിയോനെ
ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരം ഉയർത്തി പറയുക, സദ്വാർത്തയായ വരുന്ന ജെറുസലേമേ നിർഭയം വിളിച്ചു പറയുക. അവർക്ക് പറയാം ഹല്ലേലൂയ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ലോകത്തിൽ എല്ലായിടത്തും യേശുവിനെ മറിക്കാനും യേശുവിനെ ഇല്ലാതാക്കാനും യേശുവിൻ്റെ നാമം തുടച്ചു മാറ്റാനുമുള്ള പരിശ്രമം ഇന്ന് ആലംബരിച്ചതല്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പസ്തോലന്മാരെ അവർ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താ? യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത്, ബാക്കി എന്തും ചെയ്യാം. യേശുവിൻ്റെ നാമത്തിൽ ഉയർത്തരുത്, ബാക്കി എന്തും ചെയ്യാം. നാടോടുമ്പോൾ നടുവേ ഓരേണ്ടവനല്ല യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ക്രിസ്ത്യാനി. ചേരത്തിന് നാട്ടിൽ ചെല്ലുമ്പോൾ ചേരയുടെ നടുപുറത്ത് നിന്ന് ജീവിക്കുന്നവനല്ല ക്രിസ്ത്യാനി. അവൻ യേശുവിനെ രക്ഷകനുമായ നാഥനുമായി സ്വീകരിച്ചാൽ എന്ത് വില കൊടുത്തും യേശുവിനെ കുറിച്ച് പറയണം. പ്രൈസ് ദ ലോർഡ്. ഈ ക്രിസ്മസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ അതിനു വേണ്ടിയാണ് വിളിക്കുന്നത്, നമ്മളെ അതിനു വേണ്ടിയാണ് ചുമതലപ്പെടുത്തുന്നത്. പ്രൈസ് ദ ലോർഡ്. ബഹുമാനപ്പെട്ട വട്ടാലിച്ചനോട് ചേർന്ന് നമ്മൾ ഈ ആരാധനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ കൃപ നമ്മുടെ ജീവിതത്തിൽ തരും. അതിന്റെ കൂട്ടത്തിൽ യേശുവിനെ കുറിച്ച് പറയാനുള്ള കൃപയും കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുൽക്കൂട്ടിൽ പിറന്നിരിക്കുന്ന ഈശോ നിത്യജീവന്റെ സൗഭാഗ്യമാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായം 12-ാം തിരുലിഖിതം, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവനോ ജീവനില്ല. ഞാൻ ഒന്നും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, പുത്രനെ സ്വന്തമാക്കിയവൻ ബാക്കി എല്ലാവരോടും പോയി പുത്രനെ കുറിച്ച് പറയും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ക്രിസ്മസ് സുദിനത്തിൽ പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും സാധിക്കുന്നിടത്തോളം സ്നേഹത്തോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. മുട്ടുകുത്താൻ സാധിക്കുന്നവർ മുട്ടുകുത്തുക, അല്ലാത്തവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ, അങ്ങയുടെ കൃപാവരങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപാവരങ്ങൾ കൊണ്ട് ആത്മാവിനെ അലങ്കരിക്കണമേ. അങ്ങയുടെ കൃപാവരങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, ഈശോയേ, കൃപ തൂകണേ, ഈശോയേ, കൃപ തൂകണേ. കരങ്ങൾ ഉയർത്തി ഈശോയേ, കൃപ തൂകണേ, ഈശോയേ, കൃപ തൂകണേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ, സന്തോഷത്താൽ നിറയ്ക്കണമേ, അത്ഭുതങ്ങളാൽ നിറയ്ക്കണമേ. രോഗികൾ ഇപ്പോൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ, കുഞ്ഞുങ്ങൾ ഇപ്പോൾ അഭിഷേകം പ്രാപിക്കട്ടെ, കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ആരാധനയും സ്തുതിയും പുകഴ്ചയും, സ്തുതിയും പുകഴ്ചയും. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ